ടെക് ലോകത്തെ വാർത്തകളിലേക്ക്. യുഎസിൽ സ്റ്റാർലിങ്ക് സേവനം നഷ്ടപ്പെട്ടു. സോഷ്യൽ മീഡിയയിൽ ഇലോൺ മസ്കും സ്റ്റാർലിങ്കും എയറിൽ. പരമ്പരാഗത ഇന്റർനെറ്റ് സേവനങ്ങളുടെ പരിമിതികൾ മറികടക്കുന്നതാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് എന്നതായിരുന്നു ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്കിന്റെ പ്രത്യേകത. എന്നാൽ ഞായറാഴ്ച ഡ്രോൺ ട്രാക്കിംഗ് വെബ്സൈറ്റുകളിൽ സ്റ്റാർലിങ്ക് സേവനങ്ങൾ തടസ്സപ്പെട്ടതായി ഉപഭോക്താക്കൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ പിന്നാലെ സ്റ്റാർലിങ്ക് കമ്പനിക്കും മസ്കിനുമെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞു തുടങ്ങി. സേവനം തടസ്സപ്പെട്ടതിൽ സ്റ്റാർലിങ്ക് ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ഉപഭോക്താക്കൾക്കാണ് ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെട്ടത്. തെക്കു പടിഞ്ഞാറൻ യുഎസിലാണ് പ്രധാനമായും നെറ്റ്വർക്ക് പ്രശ്നം നേരിട്ടത്. നോവഡ, അരിസോണ, യൂട്ട തുടങ്ങിയ മേഖലയിൽ നിന്നാണ് സ്റ്റാർലിങ്ക് സേവനങ്ങൾ തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകൾ വന്നത്. ഡൗൺ ഡിറ്റക്ടർ വെബ്സൈറ്റിൽ 45,000-ലേറെ പേർ പ്രശ്നം റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ സ്മാർട്ട് ഫോണുകളടക്കം 1,00,000-ലേറെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്ക് കിഴിവ് പ്രഖ്യാപിച്ചു. രാജ്യാന്തര ഓൺലൈൻ വിൽപ്പന കമ്പനിയായ ആമസോൺ ഇന്ത്യയിൽ നടത്തുന്ന ഈ വർഷത്തെ ഏറ്റവും വലിയ വിറ്റഴിക്കൽ മാമാങ്കത്തിന് സെപ്റ്റംബർ 23-ന് കൊടിയേറും. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ ഭാഗമായുള്ള ഏർലി ഡീൽസ് സെപ്റ്റംബർ 13-ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു. GSTയിൽ വരുത്തിയിരിക്കുന്ന കിഴിവ് ആദ്യമായി പ്രതിഫലിക്കുന്ന സെയിലുമായിരിക്കും ഇത്. അതിനാൽ വിലക്കുറവോടെ ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളും സ്വന്തമാക്കാൻ ലഭിക്കുന്ന അവസരമാണിത്. ചില ഉൽപ്പന്നങ്ങൾക്ക് 80% വരെ കിഴിവ് ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ആമസോൺ നൽകുന്ന സൂചന. പ്രൈം അംഗങ്ങൾക്കായി 24 മണിക്കൂർ നേരത്തെ ഷോപ്പിംഗ് ഉത്സവം തുറന്നു നൽകാനും ആമസോൺ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ചില മികച്ച ഡീലുകൾ ലഭ്യമാകുമത്രേ. ആമസോൺ പ്രൈം അംഗങ്ങൾ ആയിട്ടുള്ളവർക്കായിരിക്കും ഇതിന്റെ ഗുണം കിട്ടുക. തിരഞ്ഞെടുത്ത സ്മാർട്ട് ഫോൺ മോഡലുകൾക്ക് 40% വരെ കിഴിവ് നൽകുമെന്ന് ആമസോൺ അറിയിക്കുന്നു. ചില മോഡൽ ടിവികൾക്ക് 65% വരെ കിഴിവ് നൽകും. കൂടാതെ ചില ഉൽപ്പന്നങ്ങൾക്ക് 80% വരെ വിലക്കുറവ് നൽകുമെന്നും കമ്പനി പറയുന്നു. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ 2025-ൽ ഏകദേശം 1,00,000-ലേറെ വിവിധ തരം ഉൽപ്പന്നങ്ങളാണ് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. ഇവയിൽ പലതിനും ഇന്നേ വരെ കിട്ടിയിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ വില ഷോപ്പിംഗ് മാമാങ്കത്തിൽ പ്രതിഫലിപ്പിക്കാനാണ് ശ്രമം. രാജ്യാന്തര ബിസിനസ് ഭീമന്മാരായ ആപ്പിൾ, സാംസങ്, ഇന്റൽ, HP, അസ്യൂസ് തുടങ്ങിയവയ്ക്കൊപ്പം ടൈറ്റൻ തുടങ്ങിയ ഇന്ത്യൻ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും വിലക്കുറവോടെ വിൽപ്പനയ്ക്കെത്തും. ഇതുവരെ മാർക്കറ്റിലില്ലാത്ത പുതിയ ഉൽപ്പന്നങ്ങളും ആദ്യമായി വിൽപ്പനയ്ക്കെത്തും. കേന്ദ്ര ഗവൺമെന്റ് GST സ്ലാബിൽ വരുത്തിയിരിക്കുന്ന മാറ്റം രാജ്യത്ത് വിൽക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കും. ഇതടക്കം കിട്ടുമെന്നാണ് ഇത്തവണത്തെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ 2025-ന്റെ മറ്റൊരു പ്രധാന സവിശേഷത. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോൺ ഉപയോക്താക്കൾ കാത്തിരുന്ന iOS 26 അപ്ഡേറ്റ് ഉടനെത്തും. iOS 7-ന് ശേഷം ഐഫോണിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഡിസൈൻ മാറ്റങ്ങളുമായാണ് പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എത്തുന്നത്. ലിക്വിഡ് ഗ്ലാസ് എന്ന പുതിയ ഡിസൈൻ രൂപകൽപ്പനയെ അടിസ്ഥാനപരമായി മാറ്റിമറിക്കും. നിയന്ത്രണങ്ങളിലും നാവിഗേഷനിലും ആപ്പ് ഐക്കണുകളിലും വിജിറ്റുകളിലും പുതുമ കൊണ്ടുവന്നേക്കും. ലിക്വിഡ് ഗ്ലാസിനൊപ്പം കോൾ സ്ക്രീനിംഗ്, ലൈവ് ട്രാൻസ്ലേഷൻ, ഓട്ടോമിക്സ് തുടങ്ങി നിരവധി ഫീച്ചറുകളും iOS 26-ൽ ആപ്പിൾ അവതരിപ്പിക്കുന്നു. ആപ്പിൾ iOS 26 ആപ്പിളിന്റെ പതിവ് റിലീസ് ഷെഡ്യൂൾ അനുസരിച്ച് തിങ്കളാഴ്ച രാത്രി 10:30-ന് ഇന്ത്യയിൽ അപ്ഡേറ്റ് ലഭ്യമാകും. ഫോൺ ആപ്പിൽ പുതിയ കോൾ സ്ക്രീനിംഗ്, ഹോൾഡ് അസിസ്റ്റന്റ് ഫീച്ചറുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപരിചിതമായ നമ്പറുകളിൽ നിന്നും വരുന്ന കോളുകൾക്ക് വിളിക്കുന്ന ആളുടെ പേരും വിളിക്കുന്നതിന് കാരണവും ചോദിക്കുന്ന കോൾ സ്ക്രീനിംഗ് സൗകര്യവും ലഭ്യമാക്കുന്നു. ഹോൾഡ് അസിസ്റ്റന്റ് ഫീച്ചർ കോൾ ഹോൾഡിൽ ഇരിക്കുമ്പോൾ അത് സ്വയം കാത്തു നിൽക്കുകയും ഒരു ഏജന്റ് ലഭ്യമാകുമ്പോൾ ഉപഭോക്താവിനെ അറിയിക്കുകയും ചെയ്യും. iPhone 50 Pro മോഡലുകളിലും അതിനുശേഷമുള്ള മോഡലുകളിലും അഡാപ്റ്റീവ് പവർ മോഡ് എന്ന പുതിയ ഫീച്ചർ ബാറ്ററി ലൈഫ് വർദ്ധിപ്പിക്കുന്നതിനായി ഫോണിന്റെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു. മെസ്സേജസ് ആപ്പിന് ഗണ്യമായി നവീകരിച്ചിട്ടുണ്ട്. സംഭാഷണത്തിന് പശ്ചാത്തലങ്ങൾ, ഗ്രൂപ്പ് ചാറ്റുകളിലും പോളുകൾ, ഗ്രൂപ്പ് സംഭാഷണങ്ങളിൽ ആപ്പിൾ ക്യാഷ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ അപരിചിതരായ ആളുകളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ആപ്പിൾ ഇന്റലിജൻസ് എന്ന AI സാങ്കേതികവിദ്യ ലൈവ് ട്രാൻസ്ലേഷൻ പോലുള്ള പുതിയ കഴിവുകൾക്ക് കരുത്തു പകരും. മെസ്സേജ്, ഫേസ് ടൈം, ഫോൺ ആപ്പുകൾ എന്നിവയിൽ തത്സമയം ടെക്സ്റ്റും ഓഡിയോയും വിവർത്തനം ചെയ്യാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ ഐഫോൺ സ്ക്രീനിലെ എന്ത് കാര്യവും തിരയാനും അതിൽ പ്രവർത്തനങ്ങൾ നടത്താനും വിഷ്വൽ ഇന്റലിജൻസ് സഹായിക്കും. ആപ്പിൾ മ്യൂസിക്കിൽ ഓട്ടോമിക്സ് ഫീച്ചറും കാർപ്ലേ, ലിക്വിഡ് ഗ്ലാസ് ഡിസൈനർ അപ്ഡേറ്റുകളും പുതിയ കോമ്പാക്റ്റ് കോൾ വ്യൂസും iOS 26-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മാക്കിൽ ലഭ്യമായിരുന്ന ആപ്പിളിന്റെ പ്രിവ്യൂ ആപ്പ് ഇനി മുതൽ ഐഫോണിലും PDF ഇമേജ് എഡിറ്റിംഗായി ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി മാറുകയാണ് ഗൂഗിൾ ഡീപ് മൈൻഡിൻ്റെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ മോഡലായ നാനോ ബനാന. ഒരു ക്ലിക്കിൽ ചിത്രങ്ങൾ
3D മോഡലുകളായും രസകരമായ രൂപങ്ങളിലേക്കും മാറ്റാൻ സാധിക്കും. ജെമിനി ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ അത്യാധുനിക മോഡൽ ഒരു ക്ലിക്കിൽ നമ്മുടെ ചിത്രങ്ങളെ 3D മോഡലുകളായും സൂപ്പർ ഹീറോകളായും രസകരമായ മറ്റു രൂപങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കും. കേവലം വാക്കുകളിലൂടെയോ ചെറിയ നിർദ്ദേശങ്ങളിലൂടെയോ ചിത്രങ്ങളെ യാഥാർത്ഥ്യബോധമുള്ളതും കലാപരവുമായ രൂപങ്ങളിലേക്ക് മാറ്റിയെടുക്കാൻ ഈ സാങ്കേതികവിദ്യയ്ക്ക് സാധിക്കുന്നു. നാനോ ബനാനയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സാധാരണ ഉപഭോക്താവിനും പ്രൊഫൈൽ ഡിസൈനർമാരുടെ സഹായമില്ലാതെ സങ്കീർണമായ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നു. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഒരു ചെറിയ പ്രതിമയാക്കണമെങ്കിലോ ഒരു വീഡിയോ ഗെയിം കഥാപാത്രമാക്കണമെങ്കിലോ നിങ്ങളുടെ വീടിനെ ഒരു ഫാന്റസി ലോകത്തിലെ മാപ്പാക്കി മാറ്റണമെങ്കിൽ ഒരു ചിത്രത്തിലെ ആളെ അതേപടി നിലനിർത്തിക്കൊണ്ട് പുതിയ പശ്ചാത്തലങ്ങളിലേക്ക് മാറ്റാനും ഒന്നിലധികം ചിത്രങ്ങൾ സംയോജിപ്പിച്ച് പുതിയ ചിത്രങ്ങൾ നിർമ്മിക്കാനും ഇതിന് കഴിയും. ഒരു ചിത്രത്തിലെ പ്രത്യേക ഭാഗങ്ങൾക്ക് മാറ്റം വരുത്താനും ഒരു വസ്തുവിന്റെ ശൈലി മറ്റൊരു ചിത്രത്തിലേക്ക് പകർത്താനും നാനോ ബനാനയ്ക്ക് സാധിക്കും. കൂടാതെ ആദ്യത്തെ ചിത്രത്തിന്റെ വിശദാംശങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും സാധിക്കുന്നു. നാനോ ബനാന പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോമായ ജെമിനിയിലൂടെ സാധ്യമാകും. ജെമിനി ആപ്പിലെ ഇമേജ് ജനറേഷൻ ഫീച്ചർ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഉണ്ടാക്കാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. ഒരു സാധാരണ ചാറ്റ് ചെയ്യുന്ന പോലെ നിർദ്ദേശങ്ങൾ നൽകിയാൽ മാത്രം മതി. കോപ്പിറൈറ്റ് നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സ്വന്തം ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ മതി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.